ഗുഡ് മോർണിംഗ്. സുമിയാണ്. ലൈഫ് ഓഫ് അരുൺസുമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കയിലെ പുതിയ വീട്ടിൽ എൻ്റെ ആദ്യത്തെ ദിവസമാണ് കേട്ടോ. എന്നും ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ളത് കാണിക്കാമെന്നൊക്കെ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ 4 മണി 5 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പണികളുണ്ടാകും. അപ്പോൾ കുറച്ച് തിരക്കിലായി പോകും. അപ്പോൾ രാവിലത്തെ വീഡിയോ എടുക്കാൻ കഴിയാറില്ല. ഇതിപ്പോൾ നമ്മൾ അരുണേട്ടൻ ജോലി ചെയ്യണതിൻ്റെ കുറച്ച് അടുത്തായിട്ടാണ്. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് രാവിലെ 4 മണിക്ക് എണീറ്റ് എടുക്കേണ്ട പണികളൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു വീഡിയോ, അതും ഇന്നത്തെ ഇവിടുത്തെ ആദ്യത്തെ ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം രാവിലെ എണീറ്റതേ ഉള്ളൂ കേട്ടോ. ഞാൻ എണീറ്റ് തങ്കുവിനെ ഒന്ന് പുറത്ത് വിട്ടതാണ്. അപ്പം അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് കാണാം. തങ്കുവിൻ്റെ ബേക്കിൽ ഓടിക്കളിക്കുന്ന കണ്ടില്ലേ? തങ്കുവിന് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് കേട്ടോ, ഓടിക്കളിക്കാനുണ്ടോ. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇന്നലെ ഷിഫ്റ്റ് ആയതേ ഉള്ളൂ. എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും, നമ്മുടെ പാല് കാച്ചുന്ന വീഡിയോ ഒക്കെ. അപ്പോൾ സാധനങ്ങളൊക്കെ കുറേ പുറത്ത് കിടക്കുകയാണ്. പിന്നെ ഇന്നലെ രാത്രിയിൽ ഇവിടെ നല്ല അടിപൊളി മഴയൊക്കെ പെയ്തു. അപ്പം നേരം എന്താ പറയുക, കുറച്ചൊക്കെ ഒന്ന് വെളുത്ത് വന്നതേ ഉള്ളൂ. മുകളിൽ കണ്ടില്ലേ കാർമേഘം ആകാശത്ത്. അപ്പോൾ മഴ പെയ്യാനുള്ള ചാൻസ് ഇനിയുണ്ട്. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ വഴിയെ കാണാം. അപ്പോൾ നമ്മുടെ തങ്കുവിനെ രാവിലെ തന്നെ നമ്മൾ തങ്കുവിനെ പുറത്തേക്ക് അഴിച്ച് വിടാറുണ്ട്. തങ്കു ഓടിപ്പോയി തങ്കുവിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തങ്കു വരും. അപ്പം പുതിയ സ്ഥലമൊക്കെ ആയതുകൊണ്ട് തങ്കു എല്ലാം നോക്കുകയാണ്, ഇതൊക്കെ എന്തൊക്കെയാണ് എവിടേക്കാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ മുന്നിൽ കാണുന്ന ഒരുപാട് മണ്ണ് കൂട്ടിയിട്ടുണ്ടല്ലേ, അത് ഞാൻ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മണ്ണാണ്. മേൽമണ്ണ് എന്ന് പറയും, കുറച്ച് കറുത്തിട്ടുള്ളത്. നമ്മുടെ ഈ വീടിൻ്റെ ചുറ്റുപാടുള്ളത് കുറച്ചൊരു തറച്ച് കിടക്കുന്ന ഒരു മണ്ണാണ്. അപ്പോൾ കുറച്ച് മുകളിൽ അങ്ങനത്തെ കറുത്ത മണ്ണിട്ട് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു. തങ്കുവിൻ്റെ ഓട്ടവും ചാട്ടവും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വെള്ളം കുടിക്കാൻ കേട്ടോ. ഇങ്ങനെ ഭയങ്കര ദാഹിക്കും തങ്കുവിന്. നമ്മൾ കൊടുത്ത പാത്രത്തിലെ വെള്ളം മൊത്തം കുടിച്ചു തീർക്കും, പതിയെ ആയിട്ടെല്ലാം കുടിച്ചു തീർക്കും. അപ്പം നമ്മുടെ കിച്ചൻ്റെ പുറത്തുനിന്ന് നോക്കിയാൽ കാണുന്ന ഒരു വ്യൂ ആട്ടോ ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരുന്നത്. കണ്ട ഫുള്ള് പച്ചപ്പാണ്, കുഞ്ഞു കുഞ്ഞു മരങ്ങളും ഒക്കെ നട്ടു വെച്ചിട്ടുണ്ട്. നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ. കാർമേഘവും പച്ചപ്പും ഒക്കെയാണ്. പിന്നെ ഇവിടെയൊക്കെ ഇപ്പം നമ്മളെ ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തൊക്കെ നമുക്കിനി കൃഷിയായിട്ടും ചെടിയായിട്ടും ഒക്കെ വെച്ച് പിടിപ്പിക്കണം. കുറേ പണികളുണ്ട്. അപ്പോൾ നമ്മൾ ചെടിയൊക്കെ നടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒക്കെ നടണം നമ്മൾക്ക്. നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് ഞാൻ ഓരോ വീട് മാറുമ്പോഴും ചെടികളും കൊണ്ടാണ് മാറുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കിനി വെച്ച് പിടിപ്പിക്കണം. കാരണം ഞങ്ങളുടെ ചുറ്റുപാടും ഫുള്ള് പച്ചപ്പാണ്. അതിൻ്റെ ഒരു ഇടയിൽ മാത്രമായിട്ട് ഞങ്ങളിങ്ങനെ ഒരു വീട്ടിൽ നിൽക്കുന്നു. കണ്ടോ ഫുള്ള്. ഞാൻ ഒന്ന് സൂം ചെയ്ത് എല്ലാവർക്കും കാണിച്ചു തരാം. അപ്പൊ തമാലയൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് തമാല. മോർണിംഗ് മാം. അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് പോയി ബാക്കി പരിപാടികളൊക്കെ നമുക്ക് ചെയ്യണം. അപ്പം കിച്ചണൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ചെറിയ കിച്ചണാണ്. അപ്പം നമ്മൾ ഓരോ കുക്കിങ്ങും പരിപാടികളൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ കുക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ് കേട്ടോ. നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ച് മുട്ട പുഴുങ്ങാൻ വെക്കുകയാണ്. കാരണം ഇച്ചിരി സമയം എടുക്കുമല്ലോ അതൊന്ന് പുഴുങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ചുറ്റുപാടും പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതൊന്ന് പുഴുങ്ങി കിട്ടിക്കോളും. അപ്പോൾ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. തമാല ഇവിടെ ഓരോ പണികളിലായിട്ട് തമാലയുണ്ട്. അപ്പം നമ്മളങ്ങനെ കിച്ചണിൽ കുറച്ച് പണികളുള്ള തിരക്കിലാണ്. രാവിലെ അരുടെ ജോലിക്ക് പോകാൻ വേണ്ടി കുളിച്ച് റെഡിയായി ചായയൊക്കെ കുടിക്കുന്നു. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ നിന്ന് കഴിക്കാൻ അരുണേട്ടാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വീട്ടിലേക്ക് വരാം. ലഞ്ച് കഴിക്കാൻ വരാം. എൻജോയ് ചെയ്യാൻ വരാം. കുഴപ്പമില്ല കേട്ടോ. നമുക്ക് അടുത്ത നമ്മൾ 10-20-30 മിനിറ്റ് ട്രാവൽ ചെയ്യണം. അപ്പോൾ ഇത് വളരെ സുഖമാണ്. നമുക്ക് തൊട്ടടുത്ത് തന്നെയല്ലേ. പിന്നെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ്. രാവിലെ എണീച്ചാൽ കിളികളുടെ കളകളാരവും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. നമ്മളൊരു പണ്ടത്തെ ഗ്രാമങ്ങളൊക്കെ താമസിക്കുന്ന ഒരു സിനിമയിലൊക്കെ കാണുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ. പുറത്തേക്ക് ഇറങ്ങിയ മഞ്ഞും മഴയും എന്താ പറയുക കോടമഞ്ഞൊക്കെ ആയിട്ട് പൊളി വൈബ.
അങ്ങനെ എൻ്റെ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാട്ടോ. അരുണേട്ടനൊക്കെ ഓഫീസിൽ പോയി. അപ്പം നമുക്ക് നേരെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചപ്പാത്തിയും അതുപോലെ മുട്ട റോസ്റ്റുമാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാം. അപ്പം ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആ പണി കഴിയല്ലോ വെച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. തങ്കുവിൻ്റെ ഒച്ചയ്ക്ക് ഇതിൽ കേൾക്കാട്ടെ. തങ്കു അവിടെ പുറത്തുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചട്ടിയിൽ ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് എണ്ണയൊഴിച്ച് എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഉള്ളി വെള്ള ഉള്ളിയാണ് കേട്ടോ. നമ്മൾ ഇപ്രാവശ്യം മേടിച്ചത് കുറച്ച് വെള്ള ഉള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ള ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇത് കഴിച്ച് നോക്കിയപ്പോൾ വെള്ള ഉള്ളിക്ക് നമ്മുടെ സാധാരണ ഉള്ളി ഉണ്ടല്ലോ, ആ വയലറ്റ് കളറുള്ള ആ ഉള്ളീൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല. നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ഒക്കെ ടേസ്റ്റ് ചെറുതായിട്ടൊരു മാറ്റം വരുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ നെയ്ച്ചോറ് എന്നല്ല, നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു നമ്മുടെ ചിക്കൻ കറീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല ഈ വെള്ള ഉള്ളി. അതുകൊണ്ട് നമ്മൾ കഴിച്ച ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ വെള്ള ഉള്ളിയും കൊണ്ട് കറിയൊക്കെ കുക്ക് ചെയ്ത് തുടങ്ങുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയൊരു എന്താ പറയുക ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ ഞാൻ നല്ലോണം വഴച്ചെടുക്കുകയാണ്. ഉള്ളി നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തക്കാളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ചേർത്ത് കൊടുത്ത് നല്ലോണം അതൊന്ന് വഴറ്റിയെടുക്കണം. അതായത് തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ അത്രയും നേരം നമ്മളൊന്ന് എന്താ പറയുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളാണ് ഇടുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇട്ടിട്ടുള്ളത് കുറച്ച് മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ ഗരം മസാല, കുരുമുളക് പൊടി, ഇതൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും മുട്ട റോസ്റ്റ് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചതച്ചൊക്കെ ഇടുമായിരിക്കും എല്ലാവരും. പക്ഷേ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയിലാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പം ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇടാറുള്ളൂ. അങ്ങനെ എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇടാറില്ല. പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കി കഴിയാന്നുള്ള എളുപ്പ വഴിയാണ് കൂടുതലും ഞാൻ നോക്കാറുള്ളത്. അപ്പം മസാലകളെല്ലാം ചേർത്ത് നല്ലോണം വഴച്ചെടുത്ത് വരുന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ പുഴുങ്ങി വേവിച്ച് വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. മുട്ടേൻ്റെ തോലൊക്കെ കളഞ്ഞ് 4 മുട്ടയാണ് ഞാൻ പുഴുങ്ങിയത്. അത് ഒരെണ്ണം നമ്മുടെ തങ്കുവിനുള്ളതാണ്. തങ്കുവിനുള്ളത് ഇതിൽ ചേർക്കുന്നില്ല. എനിക്കും മരുന്നേട്ടൻ തമ്മയിലൊക്കെയുള്ള മുട്ട മാത്രമേ നമ്മൾ ഈ മുട്ട റോസ്റ്റിൻ്റെ മസാല ചേർക്കുന്നുള്ളൂ. അങ്ങനെ മുട്ട റോസ്റ്റൊക്കെ റെഡി ആവുന്നുണ്ട്. ഇതാണ്, ഇത് തങ്കുവിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചതാണ്. തങ്കുവിന് മുട്ടേൻ്റെ ഉള്ളിലെ മഞ്ഞ ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതും ചോറും നല്ലോണം കുഴച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തങ്കു ഭക്ഷണം കഴിക്കും. പിന്നെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി ഒന്ന് തരിച്ചെടുക്കുകയാണ്. എന്ത് പൊടിയാണെന്നുണ്ടെങ്കിലും ഞാൻ ആദ്യം ഒന്ന് തരിച്ചെടുക്കും കേട്ടോ. കാരണം അതിലെന്തെങ്കിലും ഉണ്ടോ നമുക്ക് അറിയില്ലല്ലോ, ഒക്കെ പാക്കറ്റ് വാങ്ങണതല്ലേ. പിന്നെ ഞാൻ മാഡം എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെയാണ് ഇവിടുത്തെ ഞാൻ വാങ്ങാറുള്ളത്. അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിലും അങ്ങനെ തരിച്ചെടുക്കും. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഓയിൽ ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചൂടുവെള്ളത്തിലാണ് ചപ്പാത്തി കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടാൻ ഒരു ഇത്തിരി ഓയിൽ. നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓയിലൊന്നും ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ വെയിറ്റ് ലോസിനൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല. ഞങ്ങൾ ഇതിപ്പോൾ അതൊന്നും നോക്കുന്നില്ല. ജസ്റ്റ് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കാൻ പോവുകയാണ്. എണ്ണ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പച്ചവെള്ളം ഉപയോഗിക്കരുത്. എണ്ണ ഒഴിച്ചില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പച്ചവെള്ളം ഉപയോഗിക്കാം. പക്ഷേ എണ്ണ വെച്ചുകൊണ്ട് ഞാൻ ഇവിടെ ചൂടുവെള്ളം വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുകയാണ്. നല്ലോണം കുഴച്ചെടുക്കുമ്പോഴാണ് നമുക്കത് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ആയിട്ട് വരിക കേട്ടോ. നമ്മൾ ചുടുമ്പോൾ തന്നെ പെട്ടെന്ന് പൊന്തി വരുന്ന രീതിക്കുള്ള ചപ്പാത്തി ആയിട്ട് വരിക. അങ്ങനെ കുഴച്ചെടുത്ത് ഞാൻ ഓരോ ബോൾസാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ബോൾ എടുത്തിട്ട് ഞാൻ 3 വിരൽ കൊണ്ട് ഒന്ന് അമർത്തി വട്ടത്തിനാക്കിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയിൽ ഒന്നുകൂടെ ഒന്ന് മുക്കിയെടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാൻ നോക്കുകയാണ്. ഇങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ചപ്പാത്തി പലകയും ചപ്പാത്തി പരത്തുന്ന സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചപ്പാത്തി പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ പിന്നെ കൂടുതലും നമ്മൾ പ്രസ് ചെയ്യുന്ന സാധനത്തിൽ വെച്ചിട്ടാണല്ലോ ചപ്പാത്തി ഉണ്ടാക്കാറ്. പക്ഷെ ഞാനിങ്ങനെ പരത്തിയെടുക്കാറാണ് ചെയ്യാറ്. പരത്തിയെടുത്തിട്ട് നമ്മൾ ചുട്ടെടുക്കാം. എല്ലാം ഞാൻ പരത്തിയതിന് ശേഷം കേട്ടോ ചൂടാൻ തുടങ്ങിയത്. ഇല്ലെങ്കിൽ അത്രയ്ക്ക് സമയം പോകും. അതായത് ഒന്ന് ചുട്ട് പിന്നെ ഒന്ന് പരത്തി വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം പോകും. അപ്പോൾ ആദ്യം ഒന്നിട്ട് അപ്പുറം മറിച്ചിട്ട് ചപ്പാത്തി ചൂടാക്കുക. പിന്നെ 3ാമത് മറിച്ചിടുമ്പോഴത്തേക്കും ചപ്പാത്തി ഇതേപോലെ ഒന്ന് പൊള്ളയ്ക്കും കേട്ടോ. അതാണ് നമ്മൾ കുറേ കുഴച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല പൊള്ളച്ച് കിട്ടും. അതായത് ചപ്പാത്തി നല്ലോണം പൊന്തി കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ ചപ്പാത്തി റെഡിയായി. അങ്ങനെ ഓരോ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. ലാസ്റ്റ് ഇതാ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കാൻ പോവുകയാണ്. അരുണേട്ടനൊക്കെ ചായ കുടിച്ച് പോയിട്ടോ. അതിന് ശേഷം ഞാൻ ചായ കുടിക്കാൻ തുടങ്ങിയത്.
അപ്പം ചായ കൂടിയൊക്കെ കഴിഞ്ഞാൽ കിച്ചൻ്റെ പുറത്തേക്കൊന്ന് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ആകാശത്ത് ഇങ്ങനെ കാണുന്നത് കേട്ടോ. നല്ല കാർമേഘമുണ്ട്, മഴ വരാനുള്ള. അതിൻ്റെ ഇടയിൽ കൂടെ സൂര്യനും കൂടെ ഒന്ന് വന്ന് തല പൊക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. സാധാരണ എനിക്ക് തോന്നണില്ലെന്നും നല്ല വെയിലുണ്ടാവും എന്നുള്ളത്, കാരണം സൂര്യൻ്റെ വെളിച്ചത്തിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ഇവിടെ കാർമേഘം ഉള്ളത്. എന്തായാലും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം എൻ്റെ ഡ്രസ്സ് മാറിയത് കണ്ടിട്ട് ഞാൻ വേറെ ദിവസമാണ് വീഡിയോ എടുക്കുന്നത് വിചാരിക്കില്ലട്ടോ ഞാൻ. അപ്പം രാവിലത്തെ ചപ്പാത്തി മുട്ട റോസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ തങ്കുവിനെ കൊണ്ട് ജസ്റ്റ് ഈ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്, തങ്കു ആദ്യമായിട്ട് ഇവിടെ വന്നല്ല, അപ്പം ഒന്ന് എല്ലായിടത്തും കൂടി ഒന്ന് ഓടിക്കളിച്ച് നടക്കട്ടെ വെച്ച് ഇറങ്ങിയതാണ്. കുറച്ച് ദൂരം ഞങ്ങൾ നടന്നു. അപ്പം പെരും മഴ ആകെ നനഞ്ഞു. പിന്നെ ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ മാറ്റി വന്നതാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ എന്താ പണിയെന്ന് വെച്ചാൽ ഇവിടെ കുറേ സാധനങ്ങൾ അടുക്കി വെക്കാനുണ്ട്. ഇപ്പം നമ്മുടെ ബാക്കിലൊക്കെ കണ്ടില്ല, ഈ ഒരു റൂമിലേക്ക് എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി നമ്മൾ ഡംപ് ചെയ്തേക്കാണ്. ഇനി ഇതെല്ലാം ഇവിടെ നിന്ന് അടുക്കണം. എല്ലാ സാധനങ്ങളും, ഡ്രസ്സാണെങ്കിലും എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചേക്കാണ്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇത് മൊത്തം അടുക്കി വെക്കണം. പിന്നെ ഇപ്പം ഞാൻ പോകുന്നത് ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ മീൻ കറിയും മീൻ വറുത്തതും ചോറും സാധാരണ പോലെ. അപ്പോൾ തമാല ഇവിടെ ചോറ് വെക്കാനുള്ള വെള്ളം കുക്കറിൽ വെച്ചിട്ടുണ്ട്. തമാല ഓരോരോ പണികളിലാണ്. പിന്നെ മീന് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഫ്രീസ് ചെയ്ത മീനായിരുന്നപ്പോൾ അതിൻ്റെ ഇത് പോകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. തങ്കുവിൻ്റെ അച്ഛൻ വീട്ടിലെ തങ്കു അവിടെ കൂട്ടിലാക്കിയേക്കാം ഞങ്ങൾ തങ്കുവിനെ. ഇത് നമ്മൾ ഇവിടുന്ന് മേടിച്ചിട്ടുള്ള പയറാട്ടോ, വലിയ പയറാണ്. ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഇവിടെ ചെറുതായിട്ടൊന്ന് ഓട്ടയില്ല കേട്ടോ. കണ്ടോ ഇങ്ങനത്തെ പയർ ഇവിടെ ഇങ്ങനത്തെ വാങ്ങാൻ കിട്ടും. നല്ല ഫ്രഷ് പയർ വാങ്ങാൻ കിട്ടും. നമുക്ക് പയറും കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇത് നടാൻ പറ്റത്തില്ല കേട്ടോ, കാരണം അത് ഫ്രഷ് ആയിട്ടുള്ളതാണ്. ഉണങ്ങിയിട്ടുള്ള പയറും വിത്തല്ല, മൂത്തതല്ല. അപ്പം നമ്മൾ ഉച്ചത്തേക്ക് ബീൻസും കുറച്ച് കറി വെക്കാന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാരുണ്ടാക്കുന്നത് പോലെ. ഇവിടുത്തെ ആൾക്കാരുണ്ടാക്കുന്നത് നമ്മളുണ്ടാക്കുന്ന ഏകദേശം ഒരു സെയിമിലാണ്. കാരണം പലതരത്തിൽ നമുക്ക് ബീൻസ് കറി വയ്ക്കാൻ പറ്റുമല്ലോ. അപ്പം തമാല പാത്രം നോക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ എല്ലാം അടുക്കി വെച്ചാൽ എവിടേക്കും തമാലയ്ക്ക് ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്തായാലും ഞാൻ നോക്കിയെടുക്കട്ടെ കേട്ടോ. അങ്ങനെ പാത്രമൊക്കെ കണ്ടുപിടിച്ച് തമാല അതിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇത്തിരി എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തമാലേൻ്റെ സ്റ്റൈലിലായിട്ടാണ് നമ്മൾ ബീൻസ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ബീൻസ് നല്ലോണം കഴുകിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം വെട്ടി തിളച്ച് വരണം. അതായത് കുറേ നേരം ഇത് തിളപ്പിച്ചെടുക്കണം ഈ ബീൻസ്. കാരണം എന്താ വെച്ചാൽ ഇതിന് വേവ് കുറച്ച് കൂടുതലാണ്, കുറേ സമയം നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ബീൻസിൻ്റെ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി തക്കാളി തമാല അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നമ്മുടെ പാലുകാച്ചലിൻ്റെ വീഡിയോയിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു തമാലയുടെ ജോലി പോയോ, തമാലേനെ ഒഴിവാക്കിയോ, തമാല എവിടെ ഫുള്ള് തമാലയെ അന്വേഷിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായെന്ന് വിചാരിക്കുന്നു. തമാല ഇവിടെ തന്നെ ഉണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല. അന്നേരം നമ്മൾ വന്നതല്ലേ ഉള്ളൂ. ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന അന്നത്തെ വീഡിയോ ആണ് ഞങ്ങൾ കാണിച്ചത്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ അങ്ങോട്ട് മാറ്റാനുണ്ട്. അതേപോലെ തമാലേൻ്റെ സാധനങ്ങളും കൊണ്ടുവരാനുണ്ടായിരുന്നു. തമാല നമ്മളെ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ട്. അപ്പം എല്ലാവരും തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചെറുതായിട്ടൊന്ന് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അതും ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇട്ടത്. 8 മിനിറ്റ് 9 മിനിറ്റുള്ള ചെറിയ വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാവരും കാണിക്കാൻ പറ്റിയില്ല. എല്ലാവരും ഓരോരോ തിരക്കിലായിരുന്നു. തമാലേൻ്റെ സാധനങ്ങൾ എടുത്ത് വെക്കുന്നതും നമ്മളതിൻ്റെയും അങ്ങനെ എല്ലാ തിരക്കിലായിരുന്നു കേട്ടോ എല്ലാവരും. അപ്പോൾ ഈ ക്യാപ്സിക്കം അരിയണം എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ബീൻസ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവർ ബീൻസ് കറിയിൽ ക്യാപ്സിക്കം ഇതുപോലെ അരിഞ്ഞിടും. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ അരിഞ്ഞിട്ട് ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. പക്ഷേ ഞങ്ങളിത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നല്ല അടാറ് ടേസ്റ്റ്, നല്ല ടേസ്റ്റുള്ള ബീൻസ് കറി ആയിരുന്നു കേട്ടോ. നമ്മൾ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഇവരുടെ സ്റ്റൈലിലുള്ള ഭക്ഷണ രീതികൾ, അധികം മസാലകളും ഒന്നും ആവശ്യമില്ല. ഇപ്പം എന്താണ് തമാല ചെയ്തതെന്ന് വെച്ചാൽ വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ ബീൻസ് ഇട്ട് നല്ലോണം വേവിച്ചെടുത്തു. നമുക്ക് കൈകൊണ്ട് ഞെക്കിയാൽ നോക്കിയാൽ അറിയാം ബീൻസ് വെന്തോന്ന്. അപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഉള്ളി ചോപ്പ് ചെയ്തത്, തക്കാളി ചോപ്പ് ചെയ്തത്, അതുപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു കഷ്ണം ചോപ്പ് ചെയ്തത്, ഇത്രയും സാധനങ്ങളാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ആ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു നല്ല ഇത്രയും ഭംഗിയിൽ കിട്ടും ഈ ഒരു നമ്മുടെ ബീൻസിൻ്റെ കറി. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം. ഇവരിവിടെ പാപ്രിക്ക മുളക് പൊടിയാണ് ചേർക്കാറ്, അതായത് എരിവില്ലാത്തത് മുളക് പൊടി കിട്ടും. ഇപ്പം ചേർത്തിട്ടുള്ളത് നമ്മുടെ മുളക് പൊടിയാണ് കേട്ടോ. അപ്പം ഇവർ പൊതുവെ ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി ഇടുന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചോദിച്ചു തമ്മലിനോട്, നിങ്ങളിങ്ങനെ മുളക് പൊടി ഇടുക അതോ ജസ്റ്റ് ഇതിന് ഞങ്ങൾക്ക് ഉണ്ടാക്കണേ കൊണ്ട് ഇടുകയാണെന്ന്, അതായത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കണേ കൊണ്ട് ഇടുകയാണോ മുളക് പൊടിയും ചോദിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു അല്ല, ഞങ്ങൾ പാപ്രിക്കാരുടെ മുളക് പൊടി ഉപയോഗിക്കാറുണ്ട്, അതിന് വലിയ എരിവില്ല എന്നുള്ളത്. അപ്പോൾ ഇതാണ് കറി. അപ്പം നമ്മുടെ ഫുഡൊക്കെ റെഡി ആയി. അരിനായിട്ട് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വന്നത് കേട്ടോ. പെട്ടെന്ന് ചോറിന് പോകണം എന്ന് പറഞ്ഞാൽ തിരക്കിൽ നിൽക്കുകയാണ്.
നമ്മുടെ കറികൾ കാണിച്ചാൽ ഇത് തമാലേൻ്റെ സ്പെഷ്യൽ ഇവരുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ പയർ കറി ഉണ്ടാക്കിയതാണ്. പിന്നെ മീൻ വറുത്തതുണ്ട്, മീൻ കറിയുണ്ട്, നല്ല മത്തി വറുത്തത്. കഴിച്ചോണ്ട് അരണേട്ടാ. അരണേട്ടൻ ഞാനപ്പോൾ കറിയൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാനും കഴിക്കുകയാണ്. തമാലേൻ്റെ സ്പെഷ്യൽ ക്യാപ്സിക്കൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. ഉപ്പുണ്ടോ? രസമുണ്ട്. അധികം മസാലകളൊന്നും ഇല്ല, കുറച്ചുള്ളൂ. ആണോ? അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മൾ കൊണ്ടുവച്ച വാഴയൊക്കെ അവിടെ കിടക്കുന്ന കണ്ടത്. ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വാഴ നടാൻ വേണ്ടിയിട്ട് കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഭയങ്കര തറച്ചിട്ടുള്ള മണ്ണാണ്, അതായത് ഭയങ്കര ഹാർഡാണ്, കുഴിക്കാൻ കഴിയില്ല. അപ്പോൾ അവരെനിക്ക് കുഴിച്ച് തരുന്നുണ്ട് കേട്ടോ. കുഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് കറുത്ത മണ്ണ് ഇടുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ വാഴ ഇറക്കി വെക്കുന്നത്. പിന്നെ കുറച്ച് ചാണകപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വാഴ നടുന്നത്. ഒരു 4-5 വാഴ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിലും കൂടുതൽ വാഴയുണ്ട്. ആ വാഴയൊക്കെ നമ്മൾക്ക് വില്ലേജിൽ കൊണ്ടുപോയി നടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഈ വാഴ നമ്മളിവിടെ കുഴിച്ച് വെക്കാൻ പോവുകയാണ്. വാഴ മാത്രമല്ല, നമ്മൾ കൃഷിക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ശരിയാക്കണം. അതുപോലെ തന്നെ റോസാ ചെടിയൊക്കെ ഉണച്ചിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അതൊക്കെ മണ്ണിലിറക്കി വെക്കണം. അങ്ങനത്തെ ഓരോ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ കൊണ്ടുവന്ന റോസയൊക്കെ നമ്മൾ ഇതേപോലെ കുഴിയൊക്കെ എടുത്തിട്ട് മണ്ണൊക്കെ ഇട്ടിട്ട് നട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം നട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5-6 മൂട് റോസ ഉണ്ടായിരുന്നു, അപ്പോൾ ഒക്കെ നട്ടു. അപ്പം ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഏകദേശം രാത്രി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞാൻ അങ്ങനെ സ്നാക്സ് ഒന്നും ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല. ഫുള്ള് നമ്മുടെ കൃഷിത്തോട്ടത്തിലായിരുന്നു. പിന്നെ പെരും മഴയൊക്കെ ആയിരുന്നു. ഈ മഴ കാരണം ഞാനൊരു 4 പ്രാവശ്യം ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു. കൃഷിത്തോട്ടത്തേക്ക് ഇറങ്ങും വരെ തമ്പൂരിൻ്റെ പുറകിറങ്ങും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ വൈകുന്നേരം സത്യം പറഞ്ഞാൽ അങ്ങനെ വലിയ ഫുഡ് ഉണ്ടാക്കലൊന്നുമില്ല, ഫുഡ് കൺട്രോളിങ്ങിലാണ്. അപ്പം രാവിലത്തെ ചപ്പാത്തി ഉണ്ട്, പിന്നെ ഉച്ചയ്ക്ക് നമ്മുടെ തമ്മാൽ ഉണ്ടാക്കി തന്ന ബീൻസിൻ്റെ കറിയുണ്ട്. അപ്പം ഞാൻ ബീൻസിൻ്റെ കറി ഒന്ന് ചൂടാക്കിയതും, അപ്പോൾ അതൊക്കെ കൂട്ടി ഒന്ന് കഴിക്കണം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുള്ളൂ കേട്ടോ, അല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ ഇന്ന് നടക്കുന്നൊന്നുമില്ല. അപ്പോൾ അതേപോലെ ഇപ്പം നാട്ടിലാണെങ്കിൽ ആരെങ്കിലുമൊക്കെ വിരുന്നുകാരെങ്കിലും വരും, നമുക്കിവിടെ വരാൻ അതുമില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നുമല്ല കേട്ടോ, ചേഞ്ചസ് ഉണ്ടാകും. അപ്പം ഇന്നത്തെ എൻ്റെ ഈ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എല്ലാവരും എൻ്റെ ഹെയർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നര വന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ പറയാം, എനിക്കിത് ചെറുപ്പം മുതലേ 1-2 നര ഉണ്ടായിരുന്നു കേട്ടോ മുടിക്ക്. പിന്നെ ഇപ്പോൾ കുറച്ചും കൂടെ അത് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനുള്ള ട്രീറ്റ്മെൻറ്റൊന്നും നോക്കിയിട്ടൊന്നുമില്ല, എന്തെങ്കിലും വിറ്റാമിൻ്റെ കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെ ഞാൻ മൈലാഞ്ചിപ്പൊടി ഒക്കെ ഇടാറൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും കമൻറ്റ് ഇടുന്നതിൻ്റെ മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫിലോ വേറെ എന്തെങ്കിലും കുക്കിംഗ് വീഡിയോയിലൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.